തിരുവനന്തപുരത്ത് മഴയുണ്ടോ എന്നൊക്കെ നമ്മളോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അവധിയുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ അരുൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ശക്തമായ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി നൽകാമോ? മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് മഴ കുറവാണ്. എങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇടവിട്ടുള്ള ചെറിയ മഴയും തലസ്ഥാനത്തുമുണ്ട്. ഇന്നലെ വലിയൊരു അപകടം തലസ്ഥാനത്തും നടന്നിരുന്നു. അത് വഴിയിലേക്ക് സമയം ആറാങ്കല്ലിലാണ്. അവിടെ ഒരു കാറിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണ്, മരത്തിന്റെ വലിയൊരു ഭാഗം തന്നെ, ചില്ലെന്ന് പറയാൻ കഴിയും, ഒരു ഭാഗം തന്നെ ഒടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചിരുന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഗുരുതര പരിക്കുള്ള ചികിത്സയിലുമാണ്. വലിയ ഇത്തരത്തിൽ കാറ്റും ശക്തമായ കാറ്റും ഇടയ്ക്കെങ്കിലും ശക്തമായ മഴയും പല സ്ഥലങ്ങളിലുമുണ്ട്. തലസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയും ഇത്തരം പ്രശ്നങ്ങൾ, ജലദൗർബല്യവും അതുപോലെ തന്നെ വൈദ്യുതി മുടക്കവും ഒക്കെ കാരണമാണ് പറഞ്ഞതെങ്കിലും മഴയുടെ ഒരു കാരണം കൂടി അതിലുണ്ട്. പൊന്മുടി അനിശ്ചിതകാലത്തേക്ക് ഇന്നലെ ജില്ലാ ഭരണകൂടം അടച്ചിട്ടിരിക്കുകയാണ്. അത്തരത്തിൽ തലസ്ഥാനത്തും മഴ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണെങ്കിൽ പോലും ഇവിടെയും മഴയുണ്ട്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ കാറ്റ്, ഇന്നലെ വൈകുന്നേരമൊക്കെ ശക്തമായ കാറ്റുണ്ട്. നമുക്കറിയാം തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന നഗരമാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു മഴ പെയ്താൽ അത്ര ഒരു ഭീതി ജനങ്ങൾക്കൊണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആമേലഞ്ചാൻ തോടിന്റെ ദുരവസ്ഥയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നതാണ്. ആമേലഞ്ചാൻ തോട് സുഗമമായി ഒഴുകിയാൽ മാത്രമേ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വാഭാവികമായും നഗരസഭയും മറ്റ് ഏജൻസികളും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം ചില മാലിന്യ നീക്കങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം നടപടികൾ തുടരാൻ തന്നെയാണ് സാധ്യത. ശരി, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദവിവരങ്ങൾ